നമ്മൾ പലപ്പോഴും പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ എന്ന് ഊതാറുണ്ട് മാമോദീസായ്ക്ക്. ഇത് തന്നെയാണ് പരിശുദ്ധ ആത്മാവ് അല്ലെങ്കിൽ ബ്രത്ത് ഓഫ് ഗോഡ് എന്ന്. എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പ്രൊഫസി ചെയ്ത് തുടങ്ങുക. അവര് കേൾക്കാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അത്യുന്നതന്റെ മിറാക്കുലസ് ഹീലിംഗ് എന്താണെന്നുള്ളത്. നേഴ്സ് വന്ന് പറഞ്ഞു, പ്രവർത്തനം താറുമാറായ അവയവങ്ങളും കോശങ്ങളും നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ന്യൂറോൺസും നിങ്ങളുടെ ഏത് സന്ധിബന്ധങ്ങളും എല്ലാം അത്യുന്നതന്റെ വാക്കിന്റെ പുറത്ത് ശരിയായ പറ്റത്തുള്ളൂ. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ 2025 എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു വർഷം നിങ്ങളിൽ പലർക്കും ടെസ്റ്റിമണീസിന്റെ വർഷമായിരിക്കും. ഒരുപക്ഷെ സൗഖ്യമായിരിക്കും, അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ആയിരിക്കും, ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ ദൈവം ഇടയാക്കും എന്നാണ് ആ ഒരു മെസ്സേജിൽ പറഞ്ഞത്. വെറും 30-35 ദിവസത്തിന് ഉള്ളിൽ തന്നെ എനിക്ക് ഈ ചാനലിൽ കൂടിയുള്ള ആദ്യത്തെ ടെസ്റ്റിമണി ലഭിച്ചു. ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ചെയ്തു, 7 വർഷമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ശാരീരിക ആസ്വാസ്ഥ്യം, ഫെയ്ത്ത് ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ സൗഖ്യദായക വചനങ്ങൾ എന്നുള്ള എൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് യേശു അതിൽ നിന്നും സൗഖ്യം കൊടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നി. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ആ സഹോദരിക്ക് റിപ്ലൈ ചെയ്തു, യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും സൗഖ്യം ഒഴുകുകയാണ്. നമ്മൾ വിശ്വാസത്തോടു കൂടി ആ ഒരു സൗഖ്യം എടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് പലർക്കും അറിയാൻ മേലാത്ത കാര്യമാണ്. പലരും പ്രാർത്ഥനകളിൽ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയുമായിട്ട് ഞാൻ വന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ചത്ത അവയവങ്ങളെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടി ആ അവയവങ്ങളുടെ മേൽ അല്ലെങ്കിൽ ആ അവസ്ഥകളുടെ മേൽ പ്രൊഫസി നടത്തുക എന്നുള്ളത്. യഹോവ യഹസ്കേലിനോട് പറഞ്ഞു, ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉണങ്ങിയ ബോൺസിൻ്റെ മേൽ നീ പ്രവചിക്കുക, അവയുടെ മേൽ മാംസവും ഞരമ്പും ത്വക്കും വന്ന് മൂടി അവയിൽ ഞാൻ ജീവശ്വാസം ഊതും എന്നുള്ള ആ ഒരു പ്രൊഫസി യഹസ്കേൽ നടത്തിയപ്പോൾ യഹോവയുടെ ആത്മാവ് ആ ഒരു ബോൺസിൻ്റെ മേൽ അല്ലെങ്കിൽ ആ ഒരു ജീവനില്ലാത്ത അവസ്ഥകളുടെ മേൽ വന്ന് അവയ്ക്ക് ജീവൻ കൊടുക്കുകയാണ്. യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദ ബ്രത്ത് ഓഫ് ഗോഡ് ആണ്. ദ ലൈഫ് ഗിവിങ് ബ്രത്ത് എന്നാണ് ബൈബിളിൽ ദ സ്പിരിറ്റ് ഓഫ് ഗോഡിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ. എന്ന് യേശുവും യഹോവയും ഒക്കെ ഊതിയ അതേ ലൈഫ് ഗിവിങ് ബ്രത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ചത്ത അവസ്ഥകളും അവയവങ്ങൾക്കും ഒക്കെ ജീവൻ വെക്കുകയാവുന്നു. നമ്മൾ പലപ്പോഴും പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ എന്ന് ഊതാറുണ്ട് മാമോദീസായ്ക്ക്. ഇത് തന്നെയാണ് പരിശുദ്ധ ആത്മാവ് അല്ലെങ്കിൽ ബ്രത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദ ലൈഫ് ഗിവിങ് ബ്രത്ത്. ഈ ഒരു ലൈഫ് ഗിവിങ് ബ്രത്ത് യഹോവ എന്ന് ഊതിയപ്പോൾ വന്നതുപോലെ നമ്മൾക്ക് ആ ഒരു അതിൻ്റെ എഫക്റ്റ് നമ്മുടെ അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യഹോവ പറഞ്ഞത്, പ്രൊഫസി ഓവർ യുവർ സിറ്റുവേഷൻസ് എന്ന് യഹസ്കേൽ 37-ാമത്തെ അധ്യായത്തിൽ കൂടി ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. ആ ഒരു സ്ക്രിപ്ചറാണത്. നമ്മുടെയൊക്കെ ചത്ത അവസ്ഥകളുടെ മേലെ വെറുതെ എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പ്രൊഫസി ചെയ്ത് തുടങ്ങുക. പ്രൊഫസി എന്നൊരു വേർഡ് ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. പ്രൊഫസി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് മനസ്സിൽ വരുന്നതാണ്, ഇന്ന വർഷം ഇന്നത് ഉണ്ടാവും, പ്രളയം ഉണ്ടാവും, ഉരുളുപൊട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ദുഷിപ്പിച്ച ഒരു വേർഡാണ് ഈ പ്രൊഫസി എന്ന് പറഞ്ഞാൽ. പക്ഷെ ബിബ്ലിക്കൽ പ്രൊഫസി എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രൊഫസി ഒന്നുമല്ല. ഞാൻ 7-ാം സ്വർഗം കണ്ടു, ഞാൻ 2-ാമത്തെ സ്വർഗം കണ്ടു, 4-ാമത്തെ നരകം കണ്ടു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രൊഫസി എന്ന ആ ഒരു വേർഡിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് തന്നെ അങ്ങ് ഇല്ലാതെയായി പോവുകയാണ്. യഹോവ ഉദ്ദേശിച്ച പ്രൊഫസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കുക, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ പ്രവചിക്കുക. വിശ്വാസത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവചിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ്, ദ ബ്രത്ത് ഓഫ് ഗോഡ്, ദ ലൈഫ് ഗിവിങ് ബ്രത്ത് ഓഫ് ഗോഡ് ആ ഒരു അവസ്ഥകളുടെ മേൽ വന്ന് അവയ്ക്ക് ജീവൻ കൊടുക്കുന്നു. അങ്ങനെയാണ് ഫെയ്ത്ത് ഹീലിംഗ് നടക്കുന്നത്. ഈ ഉള്ളവൾക്കും ഫെയ്ത്ത് ഹീലിംഗ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്. ഒരു ഡോക്ടർമാർക്കും സൗഖ്യപ്പെടുത്താൻ കഴിയാത്തത് എൻ്റെ ഡോക്ടർ ജീസസ് ആണ് എനിക്ക് ഫെയ്ത്ത് ഹീലിങ്ങിൽ കൂടി എനിക്ക് കിട്ടിയതാണ്.
എൻ്റെ ഹീലിംഗ്. ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ മെസ്സേജുകളിലും രോഗം എത്രത്തോളം തളർത്തുമെന്നും രോഗം എത്രത്തോളം ഉപദ്രവിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ മെസ്സേജുകളിലും സൗഖ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്താണ് ഞാൻ മെസ്സേജസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ ഫെയ്ത്ത് ഡിക്ലറേഷൻസ് എന്ന് പറയുമ്പോൾ വെറും അട്ടറൻസസ് ആയിരിക്കരുത്. എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ നിങ്ങളുടെ വായിൽ എടുക്കുക എന്നുള്ളതല്ല ഫെയ്ത്ത് ഡിക്ലറേഷൻസ് എന്ന് പറഞ്ഞാൽ. യേശു പറഞ്ഞിട്ടുണ്ട് കടുകുമണിയോളം പോലെയുള്ള വിശ്വാസം എന്നുള്ളത്. എൻ്റെ പല മെസ്സേജുകളിലും ഞാനതൊരു ഡെഫിനിഷൻ പോലെ പറയാറുണ്ട്. കടുകുമണിയോളം ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് കടുകുമണിയോളം പോലും ഡൗട്ട് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചെയ്യേണ്ടത്. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റിമണി ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഫലോപ്പിയൻ ട്യൂബിൽ ഒരു ട്യൂബിൽ ക്യാൻസറസ് ട്യൂമർ ഉണ്ടാകുന്നു. ആ ഒരു ക്യാൻസറസ് ട്യൂമർ കാരണം അതിൻ്റെ ഒരു ഫലോപ്പിയൻ ട്യൂബ് മുറിച്ച് കളയണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അതിൻ്റെ പേരൻസിന് വളരെയധികം സങ്കടം തോന്നുന്നു. കാരണം 2 ഫലോപ്പിയൻ ട്യൂബ്സിൽ ഒരെണ്ണം മുറിച്ച് കളഞ്ഞാൽ ആ കുഞ്ഞിന് 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എങ്കിലും മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അവരത് സമ്മതിക്കുന്നു. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് ആ കുഞ്ഞ് അതിൻ്റെ അപ്പനോട് ചോദിച്ചു, ജീസസിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈ മുറിച്ച് മാറ്റിയ ട്യൂബ് വളരുമോ എന്നുള്ളത്. ആ കുഞ്ഞിനെ വിഷമിപ്പിക്കണ്ട എന്നുള്ള ആ ഒരു ഒറ്റ കാരണത്താൽ അതിൻ്റെ ഡാഡി അതിനോട് പറഞ്ഞു, ശരിയാണ്, ജീസസിനോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ട്യൂബ് വളരും എന്ന് പറഞ്ഞു. ഞാൻ ആ ടെസ്റ്റ് മണിയിൽ കേട്ടതെന്ന് വെച്ചാൽ അതിനെ കാണാൻ ഒരുപാട് പേര് ടോയ്സ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഈ ടോയ്സോ ഡോൾസോ ഒന്നുമല്ലായിരുന്നു ആ കുഞ്ഞിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അതിനെ കാണാൻ വരുന്ന അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഒക്കെ അതിനോട് ഫെയ്ത്ത് ഡിക്ലറേഷൻസ് പറയുമായിരുന്നു. അവർ ആ കുഞ്ഞിനെ കേൾപ്പിക്കാൻ വേണ്ടി ഒരുപാട് സൗഖ്യദായക വചനങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. ഈ ഒരു കാര്യത്തിലാണ് ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. ടോയ്സോ ഡോൾസോ ഒന്നുമല്ലായിരുന്നു. വെറും 9 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുവെങ്കിലും അവൾ ആ വചനങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്ത് തന്നെയാണെങ്കിലും അത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിപ്പോയിട്ട് അവർ വിചാരിച്ചു അതിന് പൂർണ്ണമായിട്ടും സൗഖ്യം വന്നു എന്നുള്ളത്. പക്ഷേ വെറും 8-9 മാസങ്ങൾക്ക് ശേഷം പിന്നെയും അതിന് കലശലായിട്ടുള്ള എന്തോ പെയിനോ മറ്റോ വരികയോ ചെയ്തു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തിട്ട് പറയുന്നു പിന്നെയും ഫലോപ്പിയൻ ട്യൂബിൽ ക്യാൻസറസ് ട്യൂമറാണ്. ഇത് കേട്ടപ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടമായി. 2ാമത്തെ ട്യൂബ് മുറിച്ച് കളയണമോ എന്നുള്ള ആ ഒരു വല്ലാത്ത അവസ്ഥയിലായ അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ക്യാൻസറസ് ടിഷ്യൂസ് മാത്രം റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് ജസ്റ്റ് ഇൻ കേസ് അത് നടന്നില്ലെങ്കിൽ മാത്രമേ മുറിക്കത്തുള്ളൂ. അവർ നോക്കാം എന്നാണ് അവർ പറഞ്ഞത്. അവസാന സർജറിയുടെ ദിവസമായി ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് വന്ന് അവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന് ആ 2ാമത്തെ ട്യൂബും എങ്ങനെയെങ്കിലും മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടി അവരുടെ ആ ഉത്കണ്ഠ പൂർണ്ണമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾക്ക് അവസാനം ഇട്ടുകൊണ്ട് നേഴ്സ് വന്ന് പറഞ്ഞു ഓപ്പറേഷൻ സക്സസ് ആയി, ട്യൂബ് മുറിക്കണ്ടായിരുന്നു എന്നുള്ളത്. അവർക്ക് വളരെയധികം സന്തോഷമായി. അവർ ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തി. പക്ഷേ അത്യുന്നതൻ്റെ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ അതൊരു വൻ മിറാക്കുലസ് പ്രവൃത്തികൾ തന്നെയായിരിക്കും. മിറക്കിൾസ് ഇല്ല എങ്കിൽ അത്യുന്നതൻ്റെ പ്രവൃത്തിയിൽ എന്ത് മഹത്വം. അവർ കേൾക്കാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അത്യുന്നതൻ്റെ മിറാക്കുലസ് ഹീലിംഗ് എന്താണെന്നുള്ളത്. നേഴ്സ് വന്ന് പറഞ്ഞു ഡോക്ടറിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇവർ ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു. ഡോക്ടർ അവരോട് പറയുന്നു ട്യൂബ് മുറിച്ച് കളയേണ്ട വന്നില്ല, ക്യാൻസറസ് ടിഷ്യൂസ് മാത്രമേ മുറിക്കേണ്ടി വന്നുള്ളൂ. അതിനുശേഷം ഡോക്ടർ അവരോട് പറയുന്നു 2ാമത്തെ ട്യൂബും നല്ല സൗഖ്യമായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുവെന്ന്. ആ പേരൻസിന് അവരെന്താണ് കേട്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം മനസ്സിലായില്ല. ആദ്യത്തെ ട്യൂബ് മുറിച്ച് കളഞ്ഞ അതേ ഡോക്ടർ തന്നെയാണ് ഈ 2ാമത്തെ സർജറി നടത്തിയത്. തൻ്റെ തന്നെ കൈകൾ കൊണ്ട് മുറിച്ച് മാറ്റിയ ഫലോപ്പിയൻ ട്യൂബ് അവിടെ തന്നെ പിന്നെയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് കണ്ട ആ ഡോക്ടറിന്, ഞാൻ ആ ടെസ്റ്റിമണിയിൽ കേട്ടത് ഡോക്ടറിന് ആ പേരൻസിനോട് മറ്റൊന്നും പറയാനില്ലായിരുന്നു. ആ പേരൻസിന് ഡോക്ടറിനോട് മറ്റൊന്നും ചോദിക്കാനുമില്ലായിരുന്നു. 2 കൂട്ടരും സ്പീച്ച്ലെസ് ആയിപ്പോയി. അത്യുന്നതൻ്റെ അത്ഭുതങ്ങൾ, അത്യുന്നതൻ്റെ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ സൗഖ്യം ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് വന്ന സൗഖ്യമാണ്. വെറും 9 വയസ്സായ ആ കുഞ്ഞിന് ഒരുപക്ഷെ അവളുടെ ചിന്തകളില്ലായിരുന്നു മുറിച്ചു മാറ്റിയ അവയവം പിന്നീട് വളരത്തില്ല എന്നുള്ളത്. ഫെയ്ത്ത് ഡിക്ലറേഷൻസ് കേട്ടപ്പോൾ അവളുടെ വിശ്വാസം വർദ്ധിച്ചു. അവൾ
അവളുടെ ഫാദർ പറഞ്ഞ ആ ഒരു കാര്യവും അവളുടെ ഹൃദയത്തിൽ ഉറച്ചിരുന്നു. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു രണ്ടാമതും പിന്നെയും അത് വളർത്തി തരുമെന്നുള്ളത്. അവളുടെ വിശ്വാസത്തിൻ്റെ മേൽ, അവളുടെ ഫെയ്ത്ത് ഡിക്ലറേഷൻസിൻ്റെ മേൽ യേശുവിന് പ്രവർത്തിച്ച് മതിയാവത്തുള്ളൂ. മുറിച്ചു മാറ്റിയ ഫലോപ്പിയൻ ട്യൂബ് അവിടെ പിന്നെയും വന്നേ മതിയാവത്തുള്ളായിരുന്നു. യേശുവിന് അസാധ്യമായിട്ടുള്ളത് എന്തുണ്ട്? ലാസറിൻ്റെ ചീഞ്ഞ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പുറത്ത് വരാൻ കഴിയുമെങ്കിൽ ഇന്നും നിങ്ങളുടെയൊക്കെ പ്രവർത്തനം നിലച്ച, പ്രവർത്തനം താറുമാറായ അവയവങ്ങളും കോശങ്ങളും നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ന്യൂറോൺസും നിങ്ങളുടെ ഏത് സന്ധിബന്ധങ്ങളും എല്ലാം അത്യുന്നതൻ്റെ വാക്കിൻ്റെ പുറത്ത് ശരിയായേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തിലെ രോഗം ഇരിക്കാൻ പറ്റത്തില്ല. ശരീരത്തിൻ്റെ ഉടയവൻ അത് ശരിയാക്കി തരുന്നതായിരിക്കും. പക്ഷേ അതിന് നിങ്ങളിൽ വിശ്വാസം വരേണ്ടതാണ്. യെഹെസ്കേൽ 37-ാമത്തെ അധ്യായത്തിലുള്ള ബിബ്ലിക്കൽ സീക്രട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ നിങ്ങൾ പ്രൊഫസി ചെയ്യുക. നിങ്ങൾ പ്രഖ്യാപിക്കുക, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ബ്ലോക്ക് മാറിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ യൂട്രസിലെ മുഴ മാറിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ തൈറോയിഡ് മാറിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രൊഫസി ചെയ്താൽ ലൈഫ് ഗിവിങ് ബ്രെത്ത് ആകുന്ന യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ അവസ്ഥകളിൽ വന്നാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക്, നിങ്ങളുടെ ചത്ത അവസ്ഥകൾക്ക് മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. കാരണം ലൈഫ് ഗിവിങ് ബ്രെത്ത് ഇസ് ദ ബ്രെത്ത് ഓഫ് ഗോഡ് ആൻഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്. ഐ കീപ് ടെല്ലിംഗ് ദിസ് വേഴ്സ് ഇൻ എവറി മെസ്സേജ്. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്. Nothing is impossible for God. Come fall in love with Jesus and fall in love with the word of God. Fall in love with the word of God.